തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിൻ്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ആദിമ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അവരുടെ വസ്തുവകകൾ പോലും അവർ സ്വന്തമായിട്ട് കരുതി സ്വാർത്ഥമായിട്ട് ഉപയോഗിക്കാതെ പങ്കുവെച്ച് ഒരുമിച്ച് വിറ്റ് അതിൻ്റെ പണം കൊണ്ട് നേപ്പിച്ചു. അങ്ങനെ ഒരുമിച്ച് പങ്കുവെച്ച് ജീവിച്ചു. അങ്ങനെ പല ആൾക്കാരും ചെയ്തപ്പോൾ ആ മാതൃക കണ്ടുകൊണ്ട് അനനിയാസ് സഫീറ എന്നീ ദമ്പതികൾ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ അവർക്ക് കിട്ടി. അത് പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണയായിരുന്നു. ആ പ്രേരണ അനുസരിച്ച് അവർ പറമ്പ് വിറ്റു. ആ പണമെല്ലാം കയ്യിൽ വന്നു. വീട്ടിൽ മേശപ്പുറത്ത് ഇങ്ങനെ കിഴിയായിട്ട് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ ആയിട്ട് പറമ്പ് വിറ്റ് കിട്ടിയ തുക അവരങ്ങനെ വെച്ച് അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ സാത്താൻ ഒരു ചിന്തയിട്ട് കൊടുക്കുകയാണ്. ഈ പണമെല്ലാം കൂടെ കൊണ്ടുപോയി അപ്പസ്തോലന്മാരുടെ പക്കൽ ഏൽപ്പിച്ചിട്ടിരുന്നാൽ നമുക്ക് എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഇത് മുഴുവൻ കൊടുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് കുറച്ച് കയ്യിലിരിക്കട്ടെ, എന്നിട്ട് ബാക്കി കൊണ്ട് കൊടുത്താൽ മതി. പക്ഷേ മുഴുവനും വിറ്റ് കൊടുക്കുന്ന ആൾക്കാർ ബർണബാസ് എന്ന് പറഞ്ഞ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊടുക്കുകയാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് സ്വീകരിക്കാനായിട്ട് അവിടെ ഒരുക്കം ചെയ്തിരിക്കുകയായിരിക്കാം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഇവരുടെ ഉള്ളിൽ സാത്താൻ പേരാണ്ട് കൊടുക്കുകയാണ്, കുറച്ചങ്ങ് മാറ്റി വെക്കുക. അത് മേശക്കീഴോ കട്ടിക്കീഴോ ഇരിക്കട്ടെ, തലണക്കീഴോ ഇരിക്കട്ടെ, ബാക്കി കൊണ്ട് കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു പ്രേരണ വന്നു. ഇവർ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി കൊണ്ട് പത്രോസ് പക്കൽ കൊണ്ട് സമർപ്പിച്ചു. പക്ഷെ പത്രോസ് ഉള്ളിൽ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു, ഇവിടെ ഒരു വലിയ ചതി അല്ലെങ്കിൽ ഒരു കപടത നടന്നിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടപ്പോൾ പത്രോസ് മുഖം നോക്കാതെ സംസാരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചത്, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? പത്രോസ് പറയുന്നുണ്ട്, പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നു, അത് വിൽക്കാനായിട്ട് നിന്നെ ആരും നിർബന്ധിച്ചില്ല, വിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി വിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ വിറ്റ് കിട്ടിയ പണം നിനക്ക് കോളായിട്ട് അത് തരുന്നില്ല എന്ന് തീരുമാനിക്കാമായിരുന്നു. ആരും ചോദിക്കാനും പറയാനുമില്ല. ഇനി അല്ലെങ്കിൽ തന്നെ ഒരു ഭാഗം മാത്രമേ തരുന്നുള്ളൂ എങ്കിൽ, കുറച്ച് സ്വന്തമായിട്ട് വെക്കേണ്ട ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആ കാര്യം തുറന്ന് പറഞ്ഞിട്ട് വിറ്റ് കിട്ടിയ തുകയുടെ ഇത്ര പങ്ക്, ദശാംശം അല്ലെങ്കിൽ 50% കൊണ്ട് നേപ്പിക്കുന്നു. അങ്ങനെ നേരെ തുറന്ന് പറഞ്ഞ് അതെ എന്നുള്ളപ്പോൾ അതെ, അല്ല എന്നുള്ളപ്പോൾ അല്ല എന്ന് ഈശോ പഠിപ്പിച്ചതുപോലെ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ നീ ചെയ്തത് അങ്ങനെയല്ല. നീ ഇവിടെ കൊണ്ടുവന്ന് ഈ കിഴിയായിട്ട് ഏൽപ്പിച്ചപ്പോൾ ഇത് പറമ്പ് വിറ്റ് കിട്ടിയ തുക മുഴുവനുമാണ് എന്ന് നീ ഭാവിച്ചു. അതേസമയം നീ പകുതി മറച്ചു വെച്ചു. ഇത് സാത്താൻ്റെ പ്രേരണയാണ്. നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതായ അതേ
എന്നുള്ളപ്പോൾ അതെ, അല്ല എന്നുള്ളപ്പോൾ അല്ല, അങ്ങനെ പറയുന്നതിന് പകരം അതേ എന്നുള്ളപ്പോൾ അല്ല എന്ന് പറയുക, അല്ല എന്നുള്ളപ്പോൾ അതേ എന്ന് പറയുക, അങ്ങനെയുള്ള നിസ്സാരമായ വ്യാജം പോലും ദുഷ്ടനിൽ നിന്നാണ് വരുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ വ്യാജമായി ആണയിടരുത് എന്ന് ഈശോ പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ മലിന പ്രസംഗത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈശോ എടുത്തു പറയുന്നൊരു കാര്യം നമുക്കറിയാം, ഇതിനപ്പുറമുള്ളത് അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ വ്യാജമായിട്ട് നിസ്സാരമായ കാര്യത്തിൽ പോലും കള്ളമായിട്ട് പറയുമ്പം അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അതാണ് ഇവിടെ അന്വർത്ഥമായിരിക്കുന്നത്. അനന്യാസ് സപ്പീറായും അല്ല എന്നുള്ളിടത്ത് അതേയെന്ന് ഭാവിച്ചു. വസ്തു വിറ്റ് കിട്ടിയ പണം മുഴുവനും ഇല്ല എന്നറിയാമായിരിക്കെ മുഴുവനും ആണ്, ഉണ്ട് എന്നവർ ഭാവിച്ചു. ഇവിടെ ഈ സഹോദരങ്ങൾ, ഈ ദമ്പതികളുടെ പക്കൽ രണ്ട് സ്വരങ്ങളാണ് വന്നത്. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ആദ്യമുണ്ടായത്, മുഴുവനും വിറ്റ് സഭാഗാത്ര സമൂഹത്തിലേക്ക് കൊടുത്തിട്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ജീവിക്കുക. അതാണ് പരിശുദ്ധാത്മാവിന് അവർക്ക് കിട്ടിയ പ്രേരണ. രണ്ടാമത് വന്ന ചിന്തയാണ് സാത്താൻ ഇട്ട് കൊടുത്തത്, മുഴുവനും കൊടുക്കേണ്ട ഇച്ചിരി മാറ്റി വെച്ചാൽ മതി. ഇവർ രണ്ടാമത്തെ ചിന്തയാണ് അനുസരിക്കുന്നത്, അനുവർത്തിക്കുന്നത്. അതിന് പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു, പൈശാചിക ആത്മാവിനെ സാത്താനെ നിങ്ങൾ അനുസരിച്ചു, അത് ദൈവത്തിൻ്റെ പക്കൽ വലിയ തിന്മയായി. ഇത് പറയുമ്പോഴേക്കും നമ്മൾ ഇവിടെ വായിക്കുകയാണ്, നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടുള്ള ദൈവത്തോടാണ്. ഇത് പറയുമ്പോഴേക്കും അനനിയാസ് വീണ് മരിക്കുകയാണ്. അതൊരു ഭയം ജനിപ്പിക്കുന്ന അനുഭവം തന്നെയാണ്. അത് എല്ലാവരും അറിഞ്ഞ് ഭയവിഹുലരായി എന്ന് തന്നെ ഇവിടെ നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഉള്ളിലേക്ക് ചിന്തയിട്ട് തരുവാനായിട്ട് പരിശുദ്ധാത്മാവിന് സാധിക്കും, പൈശാചിക അരൂപിക്ക് സാധിക്കും, ലോകത്തിന് സാധിക്കും, നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് പൊങ്ങി വലിയ ചിന്തകളും കയറി വരാം. ഇതെല്ലാം സാധ്യതകളാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ചിന്ത ഏത് വരുന്നു എന്നുള്ളതല്ല, ഏത് ചിന്തയെ നമ്മൾ അനുസരിക്കുന്നു, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ വൃദ്ധനായ ശിമയോൻ ജെറുസലേം ദേവാലയത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പള്ളിയിൽ, ഒരുപക്ഷെ പള്ളിയുടെ സൈഡിൽ ചാർത്തിലോ അല്ലെ സങ്കീർത്തി അതുപോലെയുള്ള ശുശ്രൂഷയുടെ മുറിയിലോ അവിടെയൊക്കെ ആയിരിക്കാം. മറ്റു ആൾക്കാരൊക്കെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. അങ്ങനെ അദ്ദേഹം സ്ഥിരമായിട്ട് ആ സ്ഥലത്ത്, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 25 വാക്യം വായിക്കുകയാണ്. ജെറുസലേമിൽ ശിമയോൻ എന്നിവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ 27-ാം വാക്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. അപ്പോഴാണ് യോസേപ്പും മറിയവും കൂടി ഉണ്ണിയെ ദേവാലയത്തിൽ കൊണ്ടുവരികയാണ്. ആ ഉണ്ണിയെ കയ്യിലെടുത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ കണ്ട് ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ച് സമാധാനത്തിന് ദാസനെ വിട്ടയക്കണമേ. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമായിരുന്നത്, രക്ഷകനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കുകയില്ല. ആ വാഗ്ദാനം നിറവേറ്റപ്പെടുന്ന അവസരമാണത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശിമയോൻ പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. അപ്പോൾ ശിമയോൻ്റെ മനസ്സിൽ, ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഒരു പ്രേരണ കിട്ടി. പള്ളിക്കകത്തോട്ട് ഏറ്റുപോയാലോ? ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുക, പള്ളിക്കകത്ത് ഏറ്റുപോയാലോ? അവിടെ മാനുഷികമായിട്ട് ചിന്തിക്കാം, എന്തിനാണ് ഇപ്പോൾ ഏറ്റുപോകുന്നത്? അവിടെ എന്തിനാണ് ഞാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒത്തിരി ആൾക്കാർ അവിടെയുണ്ട്, അവർ വന്ന് പ്രാർത്ഥിച്ച് പോകട്ടെ, എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഇങ്ങനെ മനുഷ്യ ചിന്ത ഇവിടെ അനുഭവപ്പെടാം, ചിന്ത അനുഭവപ്പെട്ടും കാണും. പക്ഷേ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാൻ ശീലമുള്ള വ്യക്തി ആയിരുന്നുകൊണ്ടായിരിക്കണം ഈ ചിന്ത വന്നപ്പോൾ അദ്ദേഹം എണീറ്റു. എന്തിനാ പള്ളിക്കകത്തോട്ട് പോകുന്നത് അറിഞ്ഞുകൂടാ, പക്ഷെ പോവുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ചെല്ലുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച കാര്യം അവിടെ നടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ അന്ത്യത്താഴ രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കവിടെ സുപരിചിതമായ ഒരു രംഗമാണല്ലോ. ഈ ലോകം വിട്ട് പിതാവിന് സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്ത് തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അന്ത്യത്താഴ രംഗത്തിൻ്റെ ആരംഭം നമ്മൾ വായിക്കുകയാണ്. 2-ാം വാക്യം, അത്താഴ സമയത്ത് പിശാച് ശിമയോൻ്റെ പുത്രനായ യൂദാസ്കറിയാത്തയുടെ മനസ്സിൽ ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു.
പരിശുദ്ധാത്മാവ് ശമയോൻ്റെ ഉള്ളിൽ തോന്നിച്ചു, പ്രേരണയിട്ട് കൊടുത്തു, എന്നിട്ട് പള്ളിയിലേക്ക് ചെല്ലുക. ഇതാ ഇവിടെ യൂദാസ് കറിയാത്ത ഈശോയ്ക്ക് ഒപ്പം ഇരിക്കുകയാണ്. യൂദാസിൻ്റെ മനസ്സിൽ ഒരു ചിന്ത കയറി വരുന്നു. ഗുരുവിനെ നോക്കി ഇരിക്കുകയാണ്. ഗുരു പ്രാർത്ഥനയിൽ നിറഞ്ഞ് അന്ത്യത്താഴത്തിൻ്റെ തിരുക്കർമ്മങ്ങളിലാണ്. യുദാസിൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നു. കുറേ നാളായിട്ട് പല ചിന്തകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചിന്തയാണിത്: ഈ ഗുരുവിനെ ഒറ്റിക്കൊടുത്താലോ, സാന്നിധ്യത്തിന് സംഘത്തിന് ഏൽപ്പിച്ചു കൊടുത്താലോ? അങ്ങനെ കൊടുത്താൽ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വിചാരണ ചെയ്യുമ്പം ഈശോയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവർ കേട്ട് ബോധ്യപ്പെടട്ടെ. ഇനി അവർക്ക് ബോധ്യപ്പെട്ടില്ല എങ്കിൽ പോലും അവർ ഇദ്ദേഹത്തെ ഗുരുവിനെ അപായപ്പെടുത്താനും വല്ലതും ചിന്തിച്ചാൽ പോലും ഗുരുവിന് നല്ല അത്ഭുത ശക്തികളുണ്ട്, സിദ്ധികളുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പിടിച്ച് ബന്ധിച്ച് കൊല്ലാനും നശിപ്പിക്കാനും ഒന്നും ആരെക്കൊണ്ടും പറ്റിയല്ല. ഇതിനു മുമ്പ് തന്നെ കല്ലെറിയാൻ ആൾക്കാർ വന്നപ്പോഴും പിടിച്ച് കുന്നിൻ്റെ മുകളിൽ കൊണ്ട് ഉന്തിയിട്ട് കൊല്ലാൻ ഒക്കെ ശ്രമിച്ചപ്പോഴും ലൂക്കാന്നാലും നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ അവർക്കിടയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ഗുരു അങ്ങനെ കടന്നു പോയിക്കോളും. അതുകൊണ്ട് ഇങ്ങനെ ശ്രമിച്ചു നോക്കാം. യുദാസിൻ്റെ ഉന്നം നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയെ രാജാവായിട്ട് പ്രഖ്യാപിക്കണം, റോമാക്കാരെ ഓടിക്കാനുള്ള രാജാവായിട്ട് മിശിഹായിട്ട് അങ്ങനെ സ്ഥാനമേക്കണം. അതാണ് യുദാസിൻ്റെ മനസ്സിൽ കിടക്കുന്ന പ്ലാന്. ഈശോയുടെ ചിന്തകൾ യുദാസ് എടുക്കുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു അവസരം യുദാസ് ഇങ്ങനെ ഒരുക്കാൻ സാത്താൻ പണിയുകയാണ്. ഒരു പ്രേരണ ഒറ്റിക്കൊടുക്കുക, നിനക്ക് ഇച്ചിരി പൈസയും കിട്ടും, അങ്ങനെ കാര്യം നടക്കട്ടെ. ഈ പ്രേരണ യുദാസിന് വേണമെങ്കിൽ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ യുദാസ് തള്ളിക്കളഞ്ഞില്ല. അതിനെ താലോലിച്ചു, അതിൻ്റെ മേൽ വെച്ച് പണിത് അത് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത്, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. അതിനു മുമ്പ് നാളുകളായിട്ട് ഈശോ യുദാസിനെ തിരുത്തിയെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. യുദാസിന് വഴങ്ങുന്നില്ല. ഈശോയിലൂടെ വരുന്ന, ഗുരുവിലൂടെ വരുന്ന പരിശുദ്ധാത്മാസ്വരം കേൾക്കുന്നില്ല. അങ്ങനെ ശാഠ്യം പിടിച്ച് സാത്താന് ചെവി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവസാനം യുദാസിനെ ആ അവസ്ഥയിലേക്ക് അവൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് വിടുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അപ്പുറം നമ്മൾ കണ്ടതുപോലെ അനനിയാസിൻ്റെയും സഫീറായുടെയും ഉള്ളിൽ സാത്താൻ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ടാണ് സാത്താൻ നിന്നെ പ്രേരിപ്പിക്കാൻ നീ അനുവദിച്ചത് എന്ന പത്രോസ് അവിടെ ചോദിക്കുന്നത്. അതേ അവസ്ഥ തന്നെ ഇവിടെ യൂദാസിന് സംഭവിക്കുന്നത്. യൂദാസിൻ്റെ ഉള്ളിൽ പ്രേരണ ചിന്ത വരുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ 14-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ സ്വന്തം ദുർമോഹങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ, സ്വന്തം ആസക്തികൾ ഉള്ളിൽ കിടക്കുന്നത് ഒരാഗ്രഹമായിട്ട് മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെയൊന്ന് ചെയ്താലോ, ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാലോ? മദ്യപാന ആസക്തിയുള്ള വ്യക്തിയുടെ ഉള്ളിലേക്ക് ആ ആസക്തിയിൽ നിന്ന് ചിന്ത വരികയാണ്, ഇന്ന് പോയിച്ചിട്ട് മദ്യപിച്ചാലോ? ജഡികാസക്തിയുള്ള വ്യക്തിയുടെ ഉള്ളിലേക്ക് ആ ആസക്തിയിൽ നിന്നും വെള്ളത്തിനടിയിൽ നിന്ന് കുമള പൊങ്ങി വരുന്ന പോലെ ഒരു ചിന്ത പൊങ്ങി വരികയാണ് മനസ്സിലേക്ക്, ഇന്ന് ഇന്ന കാര്യത്തിനൊന്ന് പോയാലോ, ഇന്ന വഴിക്കൊന്ന് പോയാലോ? ഇത് മനസ്സിൻ്റെ വാതക്കലേക്ക് വന്ന് മുട്ടുകയാണ്. അതിനോട് നോ പറയാനുള്ള കരുത്ത് സ്വാതന്ത്ര്യം വ്യക്തിക്കുണ്ട്. ഇല്ല, ഞാൻ പോകുന്നില്ല, അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ അതിന് വഴി കൊടുക്കാനും പറ്റും. ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തകൾ കടന്നു വരാൻ മനസ്സിലേക്ക്. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ജനങ്ങൾ വന്ന് സാമുവേൽ പ്രവാചകൻ്റെ പക്കൽ ഒരു രാജാവിനെ വാഴിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുമ്പോൾ അവിടെ അവർ പറയുന്നൊരു ന്യായം, മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചതാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു ആഗ്രഹം കയറി വരുന്നുണ്ട്. ഫിലിസ്തീനെ നോക്കുമ്പം, മൊവാബിനെ നോക്കുമ്പം അവർക്കെല്ലാം രാജാക്കന്മാരുണ്ട്, രാജകൊട്ടാരമുണ്ട്, സൈന്യമുണ്ട്, രാജകുമാരന്മാർ, കുമാരി, അങ്ങനെയൊക്കെ നല്ല ശേല. ഇവിടെ ആകട്ടെ ഒരു പ്രവാചകൻ, ന്യായാധിപതി മാത്രമേ ഉള്ളൂ, സാധാരണക്കാരൻ, പ്രത്യേകിച്ചൊരു കൊട്ടാരം ഒന്നുമില്ല. അതൊരു സുഖമാകുന്നില്ല. അപ്പം മറ്റുള്ളവരുടെ അവസ്ഥ കണ്ടിട്ട് മോഹം ഉദിക്കുകയാണ്. അവരിൽ നിന്ന് വരുന്ന ഒരു പ്രേരണയാണ്, അവരെ പോലെ ആകണം. ഇത് ലോകം നമ്മുടെ മേൽ ഇട്ടുന്ന ചിന്തകളാണ്, ദുഷ്പ്രേരണയാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ നമുക്ക് പല ഭാഗത്തുനിന്ന് ചിന്തകൾ മനസ്സിലേക്ക് വരാനുള്ള അവസരം അല്ലെങ്കിൽ അവസ്ഥയാണ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വീടിൻ്റെ വാതിക്കലേക്ക് കടന്നു വരാനായിട്ട് ആർക്കും സാധിക്കും. വന്ന് വാതിക്കൽ മുട്ടാൻ, അല്ല ഡോർബെല്ലടിക്കാൻ. വഴിയെ പോകുന്ന ചിലപ്പോൾ ഒരാൾ വഴി തെറ്റി വരുന്നതായിരിക്കാം, ചിലപ്പം വേറെ സ്ഥലത്തേക്ക് വഴി ചോദിച്ചു വരുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു സഹായം തേടി ഭിക്ഷക്കാരൻ കടന്നു വരുന്നതായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും അറിയിക്കാനായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്നതായിരിക്കാം,
ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കടന്നു വരും, ഇവരുടെ വീട്ടുകാർ കടന്നു വരുന്നതായിരിക്കാം. ചിലപ്പോൾ വല്ല അലമ്പ് പിടിച്ച വ്യക്തികൾ അലമ്പ് കാണിക്കാൻ വേണ്ടി കയറി വരുന്നതായിരിക്കാം. ആരെങ്കിലും ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട്, ഗേറ്റുണ്ട്, വാതിലുണ്ട്, കടന്നു വന്ന് നമ്മുടെ വാതൊക്കെ വന്ന് മുട്ടാം, അല്ലെങ്കിൽ ഡോർബെല്ലടിക്കാം. പക്ഷെ നമ്മളാണ് തീരുമാനിക്കുന്നത് ആർക്ക് തുറന്നു കൊടുക്കണം വേണ്ട എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ മനസ്സിൽ ചിന്തയിട്ട് തരാൻ ആരെക്കൊണ്ട് സാധിക്കും? പരിശുദ്ധാത്മാവിന് സാധിക്കും, പൈശാചിക അരൂപിക്ക് സാധിക്കും, ചുറ്റുമുള്ള ലോകത്തിന് സാധിക്കും, നമ്മുടെ തന്നെ ആസക്തികൾക്ക് സാധിക്കും. ഇതിൻ്റെ പല കോമ്പിനേഷന് സാധിക്കും. ഇതിൽ ഏത് ഭാഗത്തുനിന്ന് വന്നാലും അതെന്താണ് തിരിച്ചറിഞ്ഞിട്ട് വാതിൽ തുറക്കണോ വേണ്ടും തീരുമാനിക്കേണ്ടത് വീട്ടിലുള്ള വ്യക്തിയാണെന്ന് പറയുന്നവർ തന്നെ ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഈ കാര്യം ഇത്ര നമ്മൾ ഇന്ന് എടുത്തു പറയാൻ കാരണം, ഒരുപാട് വ്യക്തികളുടെ മനസ്സിൽ പിശാച് പലപ്പോഴും തിന്മയുടെ ചിന്തകൾ ഇട്ടുകൊടുക്കാറുണ്ട്. ചിന്ത ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതൊരു പീഡയായിട്ട് മാറി കലങ്ങി ഞാൻ പാപത്തിലാണല്ലോ, ഇങ്ങനെ ഒരു ശങ്ക വന്ന് വിഷമിക്കുന്ന അവസ്ഥ ചിലപ്പോൾ കാണുന്നുണ്ട്. പിശാചിൻ്റെ അസാധാരണമായ ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ വേദിയിൽ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അതിലൊരു അസാധാരണ ഇടപെടൽ പിശാച് എടുക്കുന്നത് മനസ്സിൻ്റെ മേലുള്ള ആക്രമണമാണ്. മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ, അഴുക്ക് ചിന്തകൾ, പാപകര ചിന്തകൾ, ദൈവദോഷ ചിന്തകൾ പിശാച് ഇങ്ങനെ എറിഞ്ഞ് പിടിപ്പിക്കാൻ നോക്കും. അല്ല, റിമോട്ട് അടിച്ച് TV ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ മനസ്സിലേക്ക് തന്നെ ഇട്ട് തരാനായിട്ട് നോക്കും. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമായിട്ട് തോന്നിയെന്ന് വരികയില്ല. ഇവിടെ നമ്മൾ ഈ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തയെല്ലാം എൻ്റെ മനസ്സിൽ കയറി കിടക്കുകയാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഫൗസ്റ്റീന പോലും തന്നെ ഡയറിയിൽ, വിശുദ്ധ ഫൗസ്റ്റീന എഴുതുന്നുണ്ട്, ഒരവസരത്തിൽ ഈശോയെ നോക്കിയിട്ട് ദൈവദൂഷണം പറയാൻ തോന്നിപ്പോവുകയാണ്. തോന്നൽ വരുന്നു ദൈവദൂഷണം പറയാൻ. അതുപോലെയുള്ള പീഡ അനുഭവിക്കുന്ന അനേകരുണ്ട്. വിശുദ്ധ ചിത്രങ്ങളിലേക്ക്, തിരുസ്വരൂപങ്ങളിലേക്ക് നോക്കുമ്പോൾ അശ്ലീല ചിന്തകൾ കടന്നു വരുന്നു, അല്ലെങ്കിൽ ചീത്ത വിളിക്കാൻ തോന്നുന്നു. വിശുദ്ധമായ കാര്യങ്ങൾ ഏർപ്പെട്ടായിരിക്കും പോലും ചീത്ത വിളിക്കാൻ തോന്നിപ്പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സിൻ്റെ മേലുള്ള ഒരു ആക്രമണം പിശാചിനിട്ട് തരാനായിട്ട് പറ്റും. അവിടെ നമ്മൾ കലങ്ങരുത്. ഒരു പ്രവൃത്തി, ഒരു ചിന്ത പാപകരമാകണമെങ്കിൽ സഭ മോറൽ തിയോളജിയിൽ പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ഉണ്ടാകുന്നിടത്ത് മാത്രമേ ഒരു പ്രവൃത്തി അല്ലെ ഒരു ചിന്ത പാപമായിട്ട് മാറുകയുള്ളൂ. സഭയുടെ മതബോധന ഗ്രന്ഥം ഈ പുസ്തകത്തിൽ 1857 ഖണ്ഡികയിൽ ഒരു പാപം, ഒരു പ്രവൃത്തി പാപമായി തീരണമെങ്കിൽ, മാരകപാപമായി തീരണമെങ്കിൽ 3 വ്യവസ്ഥകൾ ഒന്നിച്ച് നിറവേറ്റപ്പെടണം എന്ന് പറയുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ ഇതാണ്: പൂർണ്ണമായ അറിവോടെ, ബോധപൂർവമായ സമ്മതത്തോടെ ചെയ്യുന്ന പ്രമാണ ലംഘനം, അതാണ് പാപം. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിൽ കുറിച്ച് വെക്കണം. പൂർണ്ണമായ അറിവോടെ, ബോധപൂർവമായ സമ്മതത്തോടെ, മൂന്നാമത്തേത് പ്രമാണ ലംഘനം. അറിവ് ഇല്ലാതെ ചെയ്യുന്ന പ്രമാണ ലംഘനം പാപമാവുകയില്ല. സമ്മതമില്ലാതെ സംഭവിക്കുന്ന പ്രമാണ ലംഘനം പാപമാവുകയില്ല. അറിവ് സമ്മതമുള്ള കാര്യം പ്രമാണ ലംഘനമാകുന്നില്ലെങ്കിൽ പാപമാകുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കണ്ടതായ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത, അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് പാപമായി പോയോ എന്നോർത്തുകൊണ്ട് വിഷമിക്കുന്ന അനേകരുണ്ട്. എത്ര പ്രലോഭനത്തിൻ്റെ ചിന്തയാണേലും എൻ്റെ മനസ്സിലേക്ക് അത് വീണ്ടും വീണ്ടും കടന്നു വരുന്നു. ഞാനതിനെ സമ്മതിച്ച് എടുക്കുന്നില്ല എങ്കിൽ അതെനിക്ക് പാപമാകുന്നില്ല. മോറൽ തിയോളജിയിൽ ഇതേക്കുറിച്ചുള്ള ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അറിയാം ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത്. ഒരു വ്യക്തിയെ ലൈംഗികമായിട്ട് ഒരു ആൾ പീഡിപ്പിക്കുന്നില്ല, റേപ്പ് ചെയ്യുന്നു. റേപ്പ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറിയാം ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ. പക്ഷെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലാതിരിക്കെ ഈ കാര്യം സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമെങ്കിലും ഈ വ്യക്തിക്ക് പാപം ഉണ്ടാകുന്നില്ല തന്നോട് ചെയ്യപ്പെടുമ്പോൾ. കാരണം സമ്മതിച്ചിട്ടില്ല, അറിയാമെങ്കിൽ പോലും. ചിലപ്പോഴൊക്കെ സമ്മതിച്ചു പക്ഷേ അറിഞ്ഞില്ല. എന്തെങ്കിലും ഒരു മദ്യം ഇരിക്കുന്നു, അത് മരുന്നാണെന്ന് ഓർത്തുകൊണ്ട് എടുത്ത് കുടിക്കുകയാണ്, അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ മദ്യമായിരുന്നു. അത് സമ്മതിച്ചിട്ടുണ്ട് ഇത് കുടിക്കാൻ, പക്ഷെ അത് മദ്യമാണെന്ന് അറിഞ്ഞില്ല. അപ്പം അറിവില്ലാത്തത് കൊണ്ട് മദ്യമാണ് കുടിച്ചതെങ്കിലും അതിൻ്റെ ഒരു തിന്മ ഈ വ്യക്തിക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ അറിവ് ഉണ്ടാവണം, സമ്മതമുണ്ടാവണം, നിയമലംഘനമാകണം, പ്രമാണ ലംഘനമാകണം.
ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നിടത്തേ നിനക്ക് പാപമുണ്ടാകുന്നുള്ളൂ. മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രേരണകൾ ആരിട്ട് തന്നാലും നമുക്ക് അത് എത്ര വീണ്ടും വീണ്ടും നമ്മുടെ വാതൊക്കെ എത്ര പ്രാവശ്യം ബെല്ലടിച്ചാലും അല്ലെങ്കിൽ മുട്ടിയാലും അത് കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത വരും. ശരിയാണ്, നമ്മൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുക, വായിച്ചോ പ്രാർത്ഥിച്ചോ ഉറങ്ങി ജോലി ചെയ്തോ, ഡോർബെല്ല് കേൾക്കുമ്പോൾ നമ്മൾ സത്തയെ ഒന്ന് പതറി അങ്ങോട്ടൊന്ന് ഓടി വന്ന് നോക്കി, ജനലിൽ കൂടെ നോക്കി, നമുക്ക് വേണ്ടാത്ത ആളാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ആളാണ്, നമ്മൾ ചിലപ്പോൾ ജനാലെ കൂടെ തന്നെ പറഞ്ഞു വിട്ടു പൊക്കോ വേണ്ട. അപ്പം നമ്മൾ അവരെ വീട്ടിൽ കയറ്റിയില്ല, പക്ഷേ നമുക്ക് അല്പം ഒരു അസ്വസ്ഥത വന്നു, അത് സ്വാഭാവികമാണ്, അത് ശരിയാണ്. പക്ഷെ അതിൻ്റെ പേര് നമ്മൾ ആ വന്നയാളിനെ വീട്ടിൽ കയറ്റുന്നില്ല. നമുക്ക് ഓരോ പ്രലോഭന ചിന്ത വരുമ്പോഴും സാത്താൻ്റെ പ്രേരണ വരുമ്പോഴും നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടും, പക്ഷെ പാപം ഉണ്ടാകുന്നില്ല. പാപമുണ്ടായി എന്നുള്ള കലക്കം ഉണ്ടാകാൻ പാടില്ല. കൊച്ചുത്രേസ്യ തൻ്റെ നവമാലികയിൽ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ കടന്നു പോകുമ്പം അവിടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലുണ്ടായ വലിയൊരു പൈശാചിക പീഡ അവർ പറയുന്നത് വിശ്വാസവിരുദ്ധമായ ചിന്തകൾ ശത്രു ഇട്ടു തന്നു എന്ന് പറയുന്നുണ്ട്. വിശ്വാസം എന്ന് പറയുന്ന കൊച്ചുരേസ്യായിക്ക് ശ്വാസോച്ഛ്വാസം പോലെയായിരുന്നു. കൊച്ചുനാൾ മുതലേ നല്ല വിശ്വാസത്തിൻ്റെ നിറവുള്ള കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കൊച്ചുരേസ്യ പറയുന്നുണ്ട് അവളുടെ ജീവിതത്തിൽ ആദ്യം പഠിച്ച വാക്ക് സ്വർഗമെന്നുള്ള വാക്കാണ്. എപ്പോഴും അവൾ ആഗ്രഹിച്ച് സ്വർഗത്തിൽ പോകണമെന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ കണ്ണുകൊണ്ടാണ് അവളെല്ലാം കണ്ടിരുന്നത്. സ്വർഗത്തിൻ്റെ ഭാഷയിലെല്ലാം അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഈ അമ്മ ഉള്ളപ്പം 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അമ്മ ഉള്ള കാലഘട്ടത്തിൽ കുഞ്ഞു കൊച്ചായിരിക്കുമ്പോൾ ഇവൾ ചിലപ്പം അമ്മയുടെ പക്കൽ സ്നേഹത്തോടെ ഓടിച്ചെന്ന് കയറി വട്ടം കെട്ടിപ്പിടിച്ചിട്ട് അമ്മയ്ക്ക് മൊത്തം കൊടുത്തിട്ട് അമ്മയോട് പറയുമായിരുന്നു, അമ്മ ഒന്ന് മരിച്ചായിരുന്നെങ്കിൽ. അമ്മ അവക്കിട്ട് തള്ളി കൊടുത്തിട്ട് എന്നടി പറയുന്നത് എന്ന് ചോദിക്കുമ്പം കൊച്ചുരേസ്യ പറയും, മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സ്വർഗം, ഈശോ, ദൈവം ഈ കാര്യങ്ങളെ കൊണ്ട് മാത്രം നിറഞ്ഞ് ജീവിച്ചൊരു പെൺകുട്ടി. വഴിക്കോട് ചേച്ചിയും ഒരുമിച്ച് പള്ളിയിൽ പോലൊക്കെ പോയിട്ട് വരുമ്പോൾ സ്വർഗത്തിലേക്ക് ആകാശത്തേക്ക് നോക്കി നടക്കാൻ ഇഷ്ടമാണ്. മേഘങ്ങൾ നോക്കി ആകാശത്തേക്ക് സ്വർഗം കാണാൻ വേണ്ടിയിട്ട് അതിനിവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കണ്ണടച്ച് പിടിച്ച പോലെ നടക്കുമായിരുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കാം, വേറെ ഒന്നും എനിക്ക് കാണണ്ട. അപ്പോൾ മറ്റേയാൾ കൈ പിടിച്ച് കൊണ്ടുപോകണം, മുകളിലേക്ക് നോക്കി നടക്കും. ഒരിക്കലും ഇവർ മാറി മാറി നടക്കുമ്പോൾ 2 പേരും കൂടെ ഒരുമിച്ച് മുകളിലേക്ക് നോക്കി നടന്നു. അപ്പോൾ പോയി ഒരു വണ്ടി കച്ചവടക്കാരൻ, ഒരു വടക്കച്ചവടക്കാരൻ്റെ മേശയിൽ പോയി തട്ട് മറിഞ്ഞ് വീണെന്ന് പറഞ്ഞ സംഭവം വായിക്കുന്നുണ്ട്. അത്രമാത്രം സ്വർഗവും ദൈവവും കാര്യങ്ങളും കൊണ്ട് വിശ്വാസം നിറഞ്ഞ് ജീവിച്ച വ്യക്തി. പക്ഷേ വ്യത്യാസം പറയുകയാണ്, ആ കാലഘട്ടങ്ങളിൽ വിശ്വാസമില്ലാത്തവർ ഈ ലോകത്തിലുണ്ട് എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല, പറഞ്ഞാൽ സമ്മതിക്കുമായിരുന്നില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വാസമില്ലാത്തവർ, സ്വർഗമുണ്ടെന്ന് അറിയത്തില്ലാത്തവർ ഞാൻ സമ്മതിക്കലായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ 1 വർഷം അവസാനത്തെ വർഷങ്ങളിൽ വന്നപ്പോൾ കൊച്ചേച്ച പറയുകയാണ്, വിശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എൻ്റെ ഉള്ള് വല്ലാണ്ട് ചെന്ന് വീണു. ഇത്രയും നാളും സ്വർഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലാത്തവരുണ്ടെന്നുള്ളത് എനിക്ക് കരുതാൻ പറ്റുമായിരുന്നില്ല. ഇപ്പം ഈ അവസ്ഥയിലേക്ക് വന്നപ്പോൾ പറയുകയാണ്, സ്വർഗമുണ്ട്, ദൈവമുണ്ട്, ഈശോയുണ്ട്, ഇങ്ങനെ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല, അങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു ഇരുട്ട് വന്ന് കയറി. അതൊരു പൈശാചിക പീഡയായിരുന്നു. അവർ പറയുകയാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴേക്കും ശത്രു എന്നെ വെല്ലുവിളിക്കാൻ വരുന്ന ഓരോ സന്ദർഭത്തിലും ഞാൻ ധീരതയോടെയാണ് വർദ്ധിക്കുന്നത്. അത് ഈ ഇടത് സമയത്തും ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ധീരത വർദ്ധിക്കുന്നത്? അവർ പറയുകയാണ്, കഴിഞ്ഞ 1 വർഷത്തിൽ തന്നെ എൻ്റെ ആയുഷ്കാലം മുഴുവനിലും ചെയ്തതിലധികം വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 23 വർഷക്കാലം കൊണ്ട് അവൾ നടത്തിയ വിശ്വാസ പ്രകടനങ്ങളെക്കാൾ കൂടുതൽ ഈ അവസാനത്തെ 1 വർഷം 1.5 വർഷക്കാലം കൊണ്ട് അവൾ ഈ വിശ്വാസ പ്രകടനം ചെയ്തുവെന്നാണ്. അതിന് കാരണം അവർ പറയുന്നത്, ഈ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ ചിന്ത മനസ്സിൽ കയറി വരികയാണ്. ദൈവമില്ല, സ്വർഗമില്ല, നിത്യതയില്ല, ആത്മാവില്ല, ഇങ്ങനെയുള്ള ഒരു പീഡ മനസ്സിലേക്ക് കടന്നു വന്നപ്പോഴേക്കും മനസ്സിലേക്ക് ഇങ്ങനെ നിരന്തരം ഒന്ന് ഡോർബെൽ അടിക്കുന്നത് അടിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഇവൾ മല്ലു പിടിക്കുന്നത് എങ്ങനെയാണ് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ പ്രകരണങ്ങൾ ഞാൻ ആവർത്തിച്ച് ചൊല്ലി, നിരന്തരം എന്നോണം ചൊല്ലി, അങ്ങനെ ശത്രുവിൻ്റെ പ്രേരണയ്ക്കെതിരെ ഞാൻ കരുത്തോടുകൂടെ പിടിച്ചു നിൽക്കുകയാണ്. ഇതിപ്പോഴും തുടരുകയാണെന്ന് ഈ ആത്മകഥ എഴുതുന്ന അവസരത്തിലും അവർ പറയുകയാണ്. ഇത് നമുക്ക് വലിയൊരു മാതൃകയാണ്. എന്തുമാത്രം എതിർചിന്തകൾ, ദുഷ്പ്രേരണകൾ, പ്രലോഭന ചിന്തകൾ, പാപപ്രേരണകൾ പിശാച് നമ്മിലേക്ക് ഇട്ട് തന്നാലും
ഞാനാണ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ പുറകെ പോകണോ വേണ്ടോ എന്നുള്ളത്. പലപ്പോഴും ലൈംഗികമായ തലങ്ങളിലൊക്കെ ഒരുപാട് പീഡയും കുറ്റബോധവും ഒക്കെ ആയിട്ട് ആളുകൾ നടക്കുന്ന അനുഭവം കാണാറുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ ഞെരുങ്ങുന്ന ആൾക്കാർക്ക് ഒരാശ്വാസമാകാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. നമ്മൾ നോയമ്പെടുക്കുമെന്ന് വിചാരിക്കുക. നോമ്പ് കാലത്ത് ഇറച്ചിയും മീനും ഒക്കെ മാറ്റി വെച്ച് നോയമ്പെടുത്ത് നമ്മൾ ഒരു യാത്ര ഇടയ്ക്ക് പോകേണ്ടി വരുന്നു. യാത്രക്കിടയിൽ ഒരു ഭക്ഷണശാല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് കയറുമ്പോൾ നമ്മൾ ചെന്നിരുന്നു. അപ്പുറത്തെ മേശയിൽ നോൺ വെജ് എന്തെങ്കിലും മാംസഭക്ഷണം, ചിക്കൻ ബിരിയാണി ഉദാഹരണത്തിന് ഒരാൾ ഓർഡർ ചെയ്ത് അതിങ്ങനെ അവർക്ക് സപ്ലൈ ചെയ്ത് അവരത് കഴിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഒരു പക്ഷേ ഈ ഭക്ഷണം ഒത്തിരി ഇഷ്ടമായിരിക്കും. നല്ല രുചികരമായി തയ്യാറാക്കി ചൂടോട് കൂടിയിട്ട് വിളമ്പുന്നു, അവരത് കഴിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഇത് കണ്ടപ്പോഴേ നമുക്ക് പെട്ടെന്നൊരു ചിന്ത വരികയാണ്, ഹായ് കൊള്ളാമല്ലോ, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്, വിശക്കുന്നുമുണ്ട്, അത് തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചേക്കാം. അങ്ങനെ വെയിറ്റർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ അത് കഴിക്കാൻ ഓർഡർ കൊടുക്കാനായിട്ട് നമ്മൾ ഒങ്ങുമ്പോൾ തന്നെ മനസ്സിൽ ചിന്ത വരികയാണ്, നോമ്പ് കാലമാണല്ലോ, പറ്റത്തില്ല, വേണ്ട. ഒന്നുകൂടെ ആ ചിക്കൻ ബിരിയാണിയെ നോക്കി കഴിച്ചാലും ചിന്ത വരുന്നുണ്ട്, പക്ഷേ നോയമ്പാണ്. നമ്മൾ അവിടെ പറയുകയാണ്, എനിക്കൊരു വെജിറ്റേറിയൻ മീൽ തന്നാൽ മതി, ഭക്ഷണം തന്നാൽ മതി. അങ്ങനെ വെജിറ്റേറിയൻ ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വിളമ്പുന്നു, നമ്മളത് കഴിക്കുന്നു. പക്ഷെ ഇതിനിടയിൽ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി കണ്ടപ്പോൾ ആഗ്രഹം തോന്നി, കഴിച്ചാലോ എന്ന് തോന്നി, ഒരുപക്ഷെ വായിൽ വെള്ളവും കൂടെ വന്നു. എന്നിട്ടും നമ്മൾ ആ ഒരു നോൺ വെജ് ഭക്ഷണം എടുക്കാതെ നോയമ്പായതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങി പോരുമ്പോൾ നമുക്കറിയാം നമ്മുടെ നോയമ്പിന് ഒരു തരത്തിലുമുള്ള കോട്ടം വന്നിട്ടില്ല. ആ ഭക്ഷണം വാങ്ങി കഴിക്കാൻ നല്ല അവസരമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു, നമുക്കിഷ്ടമായിരുന്നു, പണം കയ്യിലുണ്ട്. ഒരുപക്ഷെ നോമ്പ് തെറ്റിക്കുന്ന വേറെ ആരും കാണാൻ വീട്ടുകാർ നാട്ടുകാർ അവിടെ ഇല്ല, ആരും അറിയുന്നവരാ ഭാഗത്തില്ല. എന്നിട്ടും അതിനോട് നോ പറഞ്ഞുകൊണ്ട് ഈ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇറങ്ങി പോരുമ്പോൾ നമ്മുടെ നോയമ്പിൻ്റെ തിളക്കം വർദ്ധിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ സമയത്ത് ചിന്തിച്ചു വരുന്ന ഈ മനസ്സിലേക്ക് വരുന്ന പ്രേരണകൾ ചിലപ്പോഴൊക്കെ ലൈംഗികമായ പ്രലോഭനങ്ങൾ, ചിന്തകൾ, മോഹങ്ങൾ പല സാഹചര്യങ്ങളിൽ നമ്മളുടെ പ്രത്യേകം ഒരു കാരണം കൊടുക്കാതെ തന്നെ കയറി വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം. ഒരു ചിന്ത അങ്ങനെ വന്നു, ഒരു ആഗ്രഹം തോന്നി എന്നതിൻ്റെ പേരിൽ നമ്മൾ പാപത്തിൽ പെട്ടു എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ആഗ്രഹങ്ങളുണ്ടായി, മോഹങ്ങളുണ്ടായി, പ്രതികരണങ്ങൾ പോലും ഉണ്ടായി. ഇവിടെ നോൺ വെജ് ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോൾ വായിൽ വെള്ളം പോലും വന്നു. എന്നിട്ടും അതിനോട് നോ പറഞ്ഞ് നോയമ്പിൻ്റെ ചിട്ട വെച്ച് ഈ മനുഷ്യൻ നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് നോയമ്പിൻ്റെ തിളക്കം വർദ്ധിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ലൈംഗികമായ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അതിനുവേണ്ടി മനഃപൂർവ്വം അവസരം ഉണ്ടാക്കിയതാവരുത്, അതിനോട് അന്വേഷിച്ച് പോയതായിരിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുന്നിടത്ത് നമ്മളതിനോട് മനസ്സുകൊണ്ട് നോ പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ നമുക്കവിടെ ഒരു പാപവും ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ അറിവോടെ സമ്മതത്തോടെ ഒരു പ്രമാണ ലംഘനത്തിലേക്ക് അവിടെ പോകുന്നില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തത നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പിശാച് എപ്പോഴും കലക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് വ്യക്തതയും ബോധ്യവും തരുന്ന ആത്മാവാണ്. പിശാചിൻ്റെ കലക്കത്തിൻ്റെ ഒരു തലമാണ് ചിന്തകൾ ഇട്ട് തന്നിട്ട് നമ്മളെ അസ്വസ്ഥതയ്ക്ക് കൊണ്ടുപോവുക. അസ്വസ്ഥത പിശാചിൻ്റെ ഇടപെടലിൻ്റെ ഒരു സൂചനയും കൂടിയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയിൽ ചേർക്കാം. കർത്താവായ ഈശോയെ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തരുന്നിടത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ചിന്തകളിട്ട് തരാൻ, പ്രേരണയിട്ട് തരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും ഉണ്ട്. സാത്താൻ്റെ അരൂപികൾ, പൈശാചിക ആത്മാക്കൾ ഞങ്ങൾക്കെതിരെ കെണിയൊരുക്കിക്കൊണ്ട് ചുറ്റും നടക്കുന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾ ചുറ്റുമുള്ള ലോകം അതിൻ്റെ സ്വാധീനങ്ങൾ പ്രേരണയായിട്ട് ഇട്ട് തരുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഉള്ളിൽ കിടക്കുന്ന ചില ദുർമോഹങ്ങൾ, ആഗ്രഹങ്ങൾ ഉണർത്തുന്നുണ്ട്. കർത്താവായ ഈശോയെ, ഇവയുടെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരത്തിന് കാതോർത്ത് മറ്റ് ചിന്തകളും മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രേരണകളും അനുഭവപ്പെടുന്നിടത്ത് പോലും അതോട് നോ പറഞ്ഞുകൊണ്ട് നീങ്ങാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചാൽ, അങ്ങനെ സാധിക്കും ഞങ്ങൾ അറിയുന്നു. ആ സാധിക്കുന്നിടത്ത് ഞങ്ങൾ ഒരു തരത്തിലും അങ്ങനെ നിന്ന് അകന്നു പോകുന്നില്ല എന്നുള്ളൊരു വ്യക്തത ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വഴിപ്പെട്ട അതിൻ്റെ വിട്ടുകൊടുത്ത ശമയോനെ പോലെ ദൈവത്തിൻ്റെ സ്വരത്തിന് മാത്രം കാതോർത്ത് നീങ്ങാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ കലക്കത്തിലേക്ക് പോകാൻ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. കലക്കത്തിൻ്റെ പൈശാചിക അരൂപി പൂർണ്ണമായിട്ട് ഞങ്ങളിന്ന് മാറി നിൽക്കാൻ അങ്ങനെ ഇടവരികയും ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനെ കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപത്തിൻ്റെ വാഗമൺ മൗണ്ടന്മാർ ധ്യാനകത്തിൽ നിയമനാധികാരം അനുസരിച്ചും കർത്താവ് നിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരമൊരു ദാസൻ ആശീർവദിക്കുന്നു.
നിൻ്റെ വചനത്തിനായിട്ട് കാതോർത്ത് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഹൃദയപൂർവ്വം ഉള്ളിൽ സ്വീകരിച്ച് അതിൻ്റെ കരുത്തിൽ മുന്നേറുവാനായിട്ട് തീരുമാനമെടുത്ത് കൃപയ്ക്ക് വേണ്ടി കാത്തായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങനെ കൃപാവനം സമൃദ്ധമായിട്ട് ഭാഷിക്കപ്പെടട്ടെ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.